ഇങ്ങനെ ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ഇങ്ങനെ കോയിൽ പോലുള്ള ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇതിന്റെ റേറ്റ് കേട്ടങ്ങൾ ഞെട്ടും. നിസാമിന്റെ കല്യാണത്തിന് എടുത്തതായിരുന്നു കേട്ടോ, സുന്ദരിക്കോത. നമസ്കാരം, ഞാൻ ഷെബീബ മുനീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്റെ ഡ്രസ് കളക്ഷൻ കാണിക്കാന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ഈ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ 3-4 വർഷക്കായാലും ചാനൽ തുടങ്ങിയിട്ട് അന്ന് തൊട്ട് വിചാരിക്കണതാണ് ഈ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പൊ കുറെ പേരിന്റെ അടുത്ത് ചോദിക്കലുണ്ട്. യൂട്യൂബിൽ കമന്റ് ഒന്നല്ല കേട്ടോ, വാട്സാപ്പിൽ ചോദിക്കും. അതേപോലെ എന്താ പറയുക, നേരിൽ കാണുമ്പോൾ ചോദിക്കാറുണ്ട് എനിക്ക് ഡ്രസ് കളക്ഷൻ അതുപോലെ ഗോൾഡ് കളക്ഷൻ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണിച്ചുകൂടെയെന്ന്. പക്ഷെ ഇത് ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ ഇതൊരു കോമഡി ആയി പോകും. എന്തായാലും ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പൊ ഞാനിതൊരു പാർട്ടായിട്ട് ഒരു 3-4 പാർട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. നോക്കട്ടെ, എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഇപ്പൊ നിലവിലിന്റെ അലമാരന്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ, ഒക്കെ കൂടെ അങ്ങോട്ട് കുത്തി തിരികെ വെച്ചിക്കാണ്. കാണുമ്പോൾ എനിക്ക് എന്നെ തലവേദന എടുക്കണ്. ഞാൻ ഷോപ്പിലൊക്കെ മടക്കി വെക്കണ പോലെ നല്ല ഫിനിഷിങ്ങിൽ വെക്കണ ആൾ. അലമാരയാണെങ്കിലും എൻ്റെ ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ വൃത്തിക്ക് കാണുന്നത് എനിക്ക് കേട്ടോ, നമ്മളെ മനസ്സിന് തന്നെ ഒരു സമാധാനം കിട്ടാൻ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിൻ്റെ അലമാര ഇതായിരുന്നില്ല, അത് മാറ്റി ഇതിങ്ങനെ ഒന്ന് പുതിയത് വാങ്ങിച്ചപ്പം ഒക്കെ കൂടെ തൽക്കാലം അതിലേക്ക് അങ്ങോട്ട് വെച്ചതാണ്. ഇനി എന്തായാലും ഡ്രസ് കളക്ഷൻ കാണിക്കണമല്ലോ, അത് കഴിഞ്ഞിട്ട് ഇനി നല്ല അടിപൊളിയായിട്ട് മടക്കി വെക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു. കുറേ ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം ഇങ്ങനെ വിചാരിക്കണം. എന്തായാലും ഇപ്പോഴാണ് അതിനുള്ളൊരു അവസരം ഒത്തു വന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ ഈ ഒരു ഡ്രസ്സ് ഇട്ടോ. ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ ഒരു കാപ്പി കളറും ഈ ഒരു ക്രീമും കൂടെ വരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു ഇന്നറാണ് കേട്ടോ വരുന്നത്. എനിക്കും മുൻകാക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു കളറാണ്. പിന്നെ ഇത് വെൽവെറ്റ് അല്ലേ, വെൽവെറ്റ് മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പഴയ മോഡലാണെങ്കിലും ഇത് ഏകദേശം 10 വർഷമായിട്ടുണ്ടാകും ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ട്. അതായത് എന്റെ ഹിബമോൾക്ക് 4 വയസ്സുള്ള സമയത്ത് എടുത്തൊരു ഡ്രസ്സാട്ടോ. ഇതിന്റെ റേറ്റ് ഏകദേശം അന്നൊരു 700 സംതിങ് എന്തോ ആണ് തോന്നുന്നുണ്ട്. അടുത്തത് ഈ ഒരു ഡ്രസ്സ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഈ പറഞ്ഞ പോലെ എന്റെ പ്രിയപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഇതിന്റെ കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ പോലീസ് കാക്കി കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇട്ട നല്ല മാച്ചുള്ള ഒരു കളറാണ്. പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വർക്കാണ് കേട്ടോ. ഇതിൽ ഈ മെറൂൺ കാപ്പി കളർ ഇങ്ങനെ ഇതിലേക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. ഇതൊരു ദിവസം എനിക്ക് ചമയത്തിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ അടുത്തത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഈ ഒരു ടോപ്പ് പിന്നെ സിമ്പിൾ ആയിട്ടൊരു ടോപ്പ്, ബ്ലാക്ക് ആയതുകൊണ്ട് എനിക്കൊരു ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. നമുക്ക് ഏത് ഷോളും ഇടാൻ പറ്റും. പിന്നെ ഡ്രസ്സ് നല്ല ചുരുണ്ടിട്ടുണ്ടാകും, അതൊന്നും ആരും വിഷയമാക്കണ്ട. തലക്കിൻ്റോറയിന്ന് വലിച്ചെടുത്ത പോലെ ഇട്ടോ, ഓക്കെ, അതൊന്നും കാര്യമാക്കണ്ട. ഇനി ഞാൻ നല്ല അടിപൊളിയായിട്ട് മടക്കി വെച്ചിട്ട് ഞാൻ ഫിനിഷിംഗ് ആക്കിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം അൽമാര കേട്ടോ. അടുത്തത് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇതാണ് നമ്മളെ മെയിൻ ഡ്രസ്സ് കേട്ടോ. അതായത് നമ്മുടെ ഹോം ടൂറിന്റെ ഡ്രസ്സാണ്. ഇത് ഞാൻ ഷാദിയാത്താന്റെ ഡ്രസ്സ് കണ്ടിട്ട് തയ്പ്പിച്ചതാണ്. ഈ ബട്ടൺസ് ഒക്കെ ബാക്കിൽ വെച്ചിട്ട് എന്നൊക്കെ ഞാൻ അന്ന് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതെനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ. ഡ്രസ്സിന്റെ ഷേപ്പും തന്നെ കളറും തന്നെ അങ്ങനെ നമ്മളെ പ്രിയപ്പെട്ട എല്ലാവരും അറിയപ്പെട്ട ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. പക്ഷെ ഇത് പറ്റിയ കംപ്ലൈന്റ് ആയി, ഇതിന്റെ കഴുത്തിന്റെ ഇവിടെയൊക്കെ പറ്റി കേട് വന്നിട്ടുണ്ട്. അടുത്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതും ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ ഈ കഴുത്തിൽ ഇത് ഞാൻ ടൈലറെ കൊണ്ട് വെപ്പിച്ചതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇത് ഞാൻ ഓൺലൈനിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഇതിന്റെ കളർ ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷെ ഇത് എനിക്ക് നഷ്ടമായി. ഞാൻ 2 ഇടൽ ഇട്ടപ്പോഴത്തേക്കും ഇതിങ്ങനെ നനഞ്ഞ് കീറാൻ തുടങ്ങി. അങ്ങനെ ഇത് എനിക്ക് നഷ്ടമായിട്ടോ ഈ ഒരു ഡ്രസ്സ്. അടുത്തത് ഈ ഒരു ടോപ്പ് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇത് നമുക്ക് എവിടേക്കും യൂസ് ചെയ്യാൻ പറ്റിയത്. അതായത് ഇനിയിപ്പോ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോഴും അതുപോലെ മരിപ്പ്, മൗലൂദ്, ഹോസ്പിറ്റൽ കേസ് എല്ലാത്തിനും പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഇതെന്തോ 700 സംതിങ് എന്തോ ഉള്ളൂ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ അടുത്ത ഇതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇതിന് ഹൈനെക്ക് ആണ് വരുന്നത്. അത് കണ്ടപ്പോ ഇങ്ങനെ ഇഷ്ടമായി, അതുകൊണ്ട് എടുത്തതാണ്. പിന്നെ ഇതിന്റെ റേറ്റ് കേട്ടങ്ങൾ ഞെട്ടും. എത്രയെന്നറിയോ, 200 രൂപക്ക് കിട്ടിയതാണ് കേട്ടോ ഇത്. അടുത്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പ്രിയപ്പെട്ട ഒരു ഡ്രസ്സാണ്. അതായത് നിസാമിന്റെ കല്യാണത്തിന് എടുത്തതായിരുന്നു കേട്ടോ, സുന്ദരിക്കോത. എനിക്കിതിന്റെ കളറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഈ ഒരു മുന്തിരി കളർ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് തപ്പി തെരഞ്ഞ് കിട്ടിയതായിരുന്നു. അന്ന് ഇത് ട്രെൻഡിൽ വന്നൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. അതായത് ഈ ടോപ്പിന് മാത്രം 2300 ഉണ്ട്. ഞാൻ അത്ര റേറ്റിന്റെ ഒന്നും എടുക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ 200-300 ഒക്കെ കാളയും പോത്തും എടുത്ത് വരിക എന്നല്ലാണ്ട്, അന്ന് കല്യാണം ആങ്ങളുടെ കല്യാണല്ലേ, അപ്പൊ ഒന്ന് തിളങ്ങണല്ലോ, അങ്ങനെ എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. എനിക്കിഷ്ടമാണ്. ജോർജറ്റിലാണ് കേട്ടോ ഈ ഒരു തുണി വരുന്നത്. അടുത്തത് ഈ ഒരു ഡ്രസ്സ് കേട്ടോ, ജീൻസ്. അതായത് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഏത് മൂസാമ്പർ കാലത്തെ ഡ്രസ്സാണ്, നിറച്ച് കുമ്പളങ്ങിയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇത് ജീൻസ് ആയതുകൊണ്ട് ഇതിന്റെ കളർ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ അന്നത് ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഇട്ട് നോക്കി നല്ല ഭംഗി. എനിക്ക് ഇഷ്ടമാണ് ജീൻസ്. അങ്ങനെ പോയി എന്റെ ഒരു പ്രാന്തിന് എടുത്തതായിരുന്നു. പക്ഷെ ഇത് വെറുതെ ആയി. ഒരു 4-5 പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുള്ളൂ. എന്തോ ഒരു ബൊമ്മക്കുട്ടികളെ പോലെ കേട്ടോ ഇത് ഇടുമ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യണു. അപ്പൊ അങ്ങനെ ഒഴിവാക്കി വെച്ചത്. ഇനി എന്റെ കുട്ടിക്ക് ഇടാം, ഓളിപ്പോ എന്റെ അത്രയും വലിപ്പം വെച്ചിട്ടുണ്ടല്ലോ. അടുത്തത് ഈ ഒരു ടോപ്പ് കേട്ടോ. ഇതിങ്ങനെ സിമ്പിൾ ആയിട്ട് ടോപ്പ്, നല്ല സുഖമാണ് കേട്ടോ ഈ ഒരു ടോപ്പ് ഇടാനായിട്ട്. ഇതിന്റെ അപ്പാന്റെ വക എടുത്തന്നതായിരുന്നു ഒരു പെരുന്നാളിന് കേട്ടോ. അപ്പൊ ഇത് അന്ന് പുതുക്കത്തിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതിങ്ങനെ പഴകിയപ്പോ ഇതിന്റെ രസം പോയതാണ്. അപ്പൊ ഓരോ ഡ്രസ്സിനും ഓരോ കഥകൾ പറയാനുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പിന്നെ സഹിക്കാത്തോട്ട് ഇങ്ങനെ പറയാണ്. അപ്പൊ ഓരോന്നിനും ഓരോ ചരിത്രങ്ങൾ പറയാനുണ്ട് കേട്ടോ.
അടുത്തത് ഈ ഒരു ടോപ്പ് കേട്ടോ. ഇതിങ്ങനെ സിമ്പിൾ ആയിട്ടൊരു ടോപ്പാണ്. പിന്നെ ഇതിന്റെ കളറാണ് കേട്ടോ ഭംഗിയൊരു ലൈറ്റ് കളറായിട്ട്. വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നുള്ളത് അറിയില്ല, ശരിക്കും കാണുമ്പോൾ ഭംഗിയുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ ലൈറ്റ് കളറൊന്നും യൂസ് ചെയ്യാറില്ല, അതായത് എനിക്ക് ഡാർക്ക് ആണ് കേട്ടോ ഇഷ്ടം. ഇതും തന്നെ സത്യം പറഞ്ഞാല് 200 രൂപ 250 രൂപ എന്തോ ഉള്ളു കേട്ടോ. അങ്ങനെ ഒരു ഷോപ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. നിങ്ങൾക്ക് അത്ഭുതം തോന്നണില്ലേ ഇതിന്റെയൊക്കെ റേറ്റ് പറയുമ്പോൾ. ഈ ഒരു ടോപ്പ് ഇട്ടോ, ഇത് ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് നല്ല സൈസ് നല്ല സെറ്റപ്പിൽ നിൽക്കുന്ന ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ടോപ്പ്. അതിന്റെ കളറും ഇഷ്ടമാണ്. ഇത് ഞാനും മുനിക്കാക്കും എങ്ങോട്ടോ പോകുമ്പോൾ ഒരു ദിവസം അങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചത് കണ്ടപ്പോ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പ് ഇത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എന്തൊരു ഫ്രോക്ക് മോഡലാണ് കേട്ടോ. അതായത് ഇത് കുറെ മുന്നേ ഇങ്ങനെ തയ്പ്പിച്ചതാണ്, ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പഴക്കമുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്. പിന്നെ ഈ ഒരു ടോപ്പ് ഇത് ഇങ്ങനെ സിമ്പിൾ ആയിട്ടൊരു ടോപ്പ്, ഇത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ അങ്ങനെ ഒരു ഐറ്റം കേട്ടോ. ഇത് അതുപോലെ സിമ്പിൾ ആയിട്ടൊരു ടോപ്പ് തന്നെ കേട്ടോ. ഇതിങ്ങനെ ഞാൻ സ്കൂളിൽ പോണ സമയത്ത് അന്ന് ഇങ്ങനെ ഡെയിലി യൂസിന് പറ്റുന്ന വിചാരിച്ചെടുത്തത് തന്നെയായിരുന്നു. ഇതിന്റെ പ്രിന്റ് നല്ല ഭംഗിയില്ല, അത് കണ്ടപ്പോ അങ്ങനെ എടുത്തതാണ്. ഇതിന്റെ പർദ്ദ കേട്ടോ. പർദ്ദ കാണിക്കുമ്പോ തന്നെ എനിക്ക് ചിരി വരുന്നത്, കണ്ട വലിച്ച ബംഗാളികൾ അണ്ണന്മാരെ പോലെ. കാരണം ഇതിങ്ങനെ ഇതിനെ കൊണ്ടുവരില്ലേ ബംഗാളികള് ഹിന്ദിക്കാര് ഐറ്റളിൽ നിന്ന് വാങ്ങിയത് തന്നെ കേട്ടോ. അന്നത് വലിയ രസത്തിൽ വാങ്ങി. അതിങ്ങനെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ സ്കൂളിൽ മീറ്റിങ്ങിനെ ഓടി പോണ സമയത്തൊക്കെ പെട്ടെന്ന് പോകുമ്പോ അങ്ങനെ കടാ വിചാരിച്ച് വാങ്ങിയതായിരുന്നു. അന്തല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ, എനിക്ക് തന്നെ ഇത് കാണുമ്പോ എന്തോ പോലെ തോന്നുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചത് ഒരു മാക്സി പോലെയാണല്ലോ, അപ്പൊ ഇത് വീട്ടിലും യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് നല്ല അടിപൊളി പർദ്ദൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എന്റെ ഹിബുമോൾക്ക് മദ്രസയ്ക്ക് പോകാൻ വേണ്ടി ഷേപ്പാക്കി കൊടുത്തു. പിന്നെ ഞാൻ പർദ്ദ, ചുരിദാർ, മിഡി, സാരി എല്ലാം അത് യൂസ് ചെയ്യാൻ. ഇത് ഞാനിങ്ങനെ തയ്പ്പിച്ചതാണ്. ഇത് ഈ ഒരു മെറ്റീരിയൽ അറ്റ്ലസ് എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നത് മാക്സിന്റെ ആണ്, പക്ഷെ ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ടോപ്പ് ആക്കിട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഹൈനെക്ക് വരുന്നത് ഷാദിയത്താന്റെ ഡ്രസ്സുകൾ കണ്ടിട്ട് ചെയ്യിപ്പിച്ചത് തന്നെ കേട്ടോ. പിന്നെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഹൈനെക്ക് കാണുന്നത് ഇഷ്ടമാണ്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇന്നർ ഇടാറാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പ് കേട്ടോ, ഇതിങ്ങനെ സിമ്പിൾ ആയിട്ട് ചുവപ്പ് കളർ കേട്ടോ. ഈ കളർ ഭയങ്കര ഇഷ്ടം. അതായത് എന്നെ കാണുമ്പോ തന്നെ ആദ്യം എല്ലാരും പറയും ഷെബീബ എന്ന് പറയുമ്പോ തന്നെ ചുവപ്പ് കളറാണ് ഓർമ്മ വരിക, അല്ലെങ്കിൽ റോസും ചുവപ്പും. പിന്നെ ഇതിങ്ങനെ കുറച്ച് ലെങ്ത്തിൽ വരുന്നതാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ്, എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇതും പറഞ്ഞ പോലെ 300 രൂപക്ക് കിട്ടിയ സാധനമാണ് മക്കളെ. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇതന്നെ അളവ് കൊടുത്ത് അങ്ങനെ ഞാന് മെറ്റീരിയൽ എടുത്ത് പിന്നെ ഒന്ന് അടുപ്പിച്ചത്. അങ്ങനെ മെറ്റീരിയൽ എടുത്ത് ഇതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഇത് ഷിഫോണിന്റെ ഇതാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇതിനും തന്നെ ഇങ്ങനെ ബാക്കില് ബട്ടൺസ് വരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇതിന്റെ ബട്ടൺസ് ഒക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് രണ്ടും സെയിം സംഭവം തന്നെ, കളർ ചേഞ്ചേ ഉള്ളൂ. പിന്നെ ഇതാണ് കേട്ടോ, ഇതും തന്നെ സിമ്പിൾ ആയിട്ടൊരു ടോപ്പ് തന്നെയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിന്റെ ഈ ഒരു പോക്കറ്റ് വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഫ്രണ്ടിൽ പോക്കറ്റ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ജീൻസ് മോഡലിനൊക്കെ എപ്പോഴും കണ്ടിട്ടില്ലേ പോക്കറ്റ് വരുന്നത്, അങ്ങനെ ഒരു സാധാ ടോപ്പാട്ടോ ഇത് പിന്നെ ഇങ്ങനെ ടോപ്പ് ഇട്ടോ. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇന്നർ ഇട്ടിട്ടായിരുന്നു. ഇതിലേക്ക് ഡാർക്ക് ബ്ലൂ ഷോളും ഇന്നറും പിന്നെ ജീൻസിന്റെ പാന്റും ഞാൻ ഇട്ടിരുന്നു കേട്ടോ. ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സായിരുന്നു. ഇതൊരു മയിലിന്റെ പോലെയൊക്കെ തോന്നുന്നില്ലേ ഈ ഒരു കളർ കാണുമ്പോൾ. എത്രയോ പ്രാവശ്യം ഞാൻ ഇട്ടിട്ട് മുതലാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഞാനിതിങ്ങനെ ഇടാറില്ല, കാരണം വലിപ്പം. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ലാത്തോട്ട് എനിക്ക് ഏത് ഡ്രസ്സും ഇടാൻ പറ്റും. പിന്നെ എനിക്ക് മാത്രമല്ല, ഈ ഒരു ഡ്രസ്സ് ഞാനന്ന് ഇട്ടിരുന്ന സമയത്ത് എല്ലാവരും നല്ല അഭിപ്രായം പറയാം, എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ ഇത്. പിന്നെ അത് മാത്രമല്ല, എനിക്കിത് ഒഴിവാക്കാൻ തോന്നായിട്ട് ഇവിടെ കണ്ടില്ലേ ഇതിന്റെ ഷോൾഡറിന്റെ ഇവിടെ ടൈറ്റ് ആയതിനു ശേഷം ഞാൻ ഇവിടെ തുഞ്ഞു പൊട്ടിച്ചിക്കാണ്. എന്നിട്ട് നമ്മള് ഷോൾ ഇവിടെ ഇങ്ങനെ ഇടുവല്ലോ, അതുകൊണ്ട് ഇവിടെ കാണൂലല്ലോ, അല്ലെങ്കിൽ ഷോളിന്റെ ഇവിടെ ഒരു പിന്നു കുത്തി വെക്കും. അങ്ങനെ വരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ എന്റെ അവസ്ഥ. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യോ? അപ്പൊ ടൈറ്റ് ആകുമ്പോ ഇങ്ങനെ കീറിയിട്ടും പാറിയിട്ടൊക്കെ ഞാന് അയച്ചിട്ടും മൂട്ടിയിട്ടൊക്കെ ഇട്ട് പോകട്ടെ, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകട്ടെ ഞാന്. അതുപോലെ ഒരാളെ കൊണ്ടും കഴിയൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിങ്ങനെ ഒരു ഷർട്ട് മോഡൽ ടോപ്പ്, അതായത് ഇങ്ങനെ കയ്യില് ബട്ടൺസ് ഒക്കെ വരുന്ന ഷർട്ട് മോഡൽ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. ഇതൊരു 5-8 വർഷം മുന്നേ എന്റെ മൂത്തമ്മാന്റെ മകന്റെ കല്യാണത്തിന് എടുത്തതായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ എല്ലാരും കൂടെ ഒരു 10-15 പേര് ഒരേ മെറ്റീരിയൽ എടുത്തിട്ട് എല്ലാരും ഡ്രസ് കോഡ് അടുപ്പിച്ചതായിരുന്നു കേട്ടോ. കറക്റ്റ് എനിക്ക് ഓർമ്മല്ല എത്ര വർഷമായി എന്നുള്ളത്. ഓല ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ കേട്ടോ, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നുള്ളത്. അപ്പൊ അന്ന് എടുത്ത് ഓരോതൊക്കെ ഇട്ട് ഒഴിവാക്കി മണ്ണെന്ന് വരെ ദ്രവിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ ഇന്റേത് ഇപ്പോഴും പുതിയതായിട്ട് ഞാൻ ഇടുന്നുണ്ട് എന്നുള്ളതാ. പിന്നെ ഈ ഒരു ടോപ്പ് ഇട്ടോ, ഇതും ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടൊരു ടോപ്പ് തന്നെയാണ്.
പിന്നെ ഇതെനിക്ക് ഇഷ്ടമായിരുന്നു. ഇതിന്റെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കളർ തന്നെയാണ് കേട്ടോ, ഡാർക്ക് ഗ്രീന്. പിന്നെ ഇതിന്റെ ഈ ഒരു ഇവിടെയുള്ള ഈ ഒരു ബട്ടൺസ് ഇതൊക്കെയാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് രസമാണ്. പിന്നെ അതാ കയ്യുമ്മ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട്, അതുപോലെ താഴെ ഭാഗത്തായിട്ടും സീക്വൻസ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഒരു ദിവസം രൂപത്തിൽ നിന്ന് എടുത്തതായിരുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഇതിനൊരു 200-300 ഒക്കെ ഉള്ളൂ എന്ന് വിചാരിക്കണ്ടാവൂലേ. പക്ഷെ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. കണ്ടാ പറയാ 1400 രൂപയാണ്. ഈ ഒരു ടോപ്പിന് മാത്രം 1400 രൂപ ഉണ്ട്. പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇതും തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ ഒരു മാക്സി ഡ്രസ്സ് കേട്ടോ. ഇത് ഇടാൻ നല്ല സുഖമാണ്. ഞാൻ അന്ന് സ്കൂളിൽ പോണ സമയത്ത് ഇങ്ങനെ ഡെയിലി യൂസിന് പറ്റുന്ന വിചാരിച്ച് വാങ്ങിയത് തന്നെയായിരുന്നു. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും നിങ്ങളൊക്കെ വീട്ടിലത്തെ കൈക്കലത്തോണി ഇതിലേറെ മെച്ചുണ്ട് എന്നല്ലേ. ഇതൊക്കെ പുതിയ തന്നെയാണ് കേട്ടോ. അതായത് ഞാൻ കൂടുതലൊന്നും ഇട്ടിട്ടില്ല. അതായത് ഞാൻ ഇടാത്തത് കേടുവരും വിചാരിച്ചിട്ട് തന്നെയാണ് ഒക്കെ ഇടാതെ വെക്കണത് കേട്ടോ. പിന്നെ ഈ ഒരു ടോപ്പ് കേട്ടോ, ഈ ഒരു ടോപ്പ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന്റെ കളറും ഇഷ്ടമാണ്, സാധനം തന്നെ ഷേപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇട്ടാ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ ഇത് പച്ച കേട് വന്നിട്ടുണ്ട്. ഇതിന്റെ ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുണ്ടാവും പറ്റ ഇടാൻ പറ്റാത്ത കോലത്തിലായിരിക്കണം കേട്ടോ. ഇതിനായി ഇപ്പോഴും അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാറുണ്ട്. അപ്പൊ ഇട്ട് പോകുമ്പോ പലരും പറയാറുണ്ട് ഷെബീബ ഈ ടോപ്പ് കണ്ട് കണ്ട് മടുത്തിക്കിന് ഒന്ന് ഒഴിവാക്കുക എന്ന് അറിയട്ടോ. പക്ഷെ എനിക്കിതാണ് ഒഴിവാക്കാൻ തോന്നായിട്ടാണ് ഞാൻ ഇതിപ്പോ ഇട്ടും കൊണ്ട് നടക്കുന്നത്. എത്രയോ വർഷമായി, 8 വർഷത്തെ കഴിഞ്ഞു. അതായത് മൂത്താപ്പാന്റെ പേരക്കുട്ടിന്റെ കല്യാണത്തിന് എടുത്തതാണ്, സാലിമാടെ. അവൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നുള്ളത്. അന്ന് എടുത്തൊരു ടോപ്പായിരുന്നു. അത് നല്ല ഭംഗിയത്. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇന്നർ ഇട്ടിട്ടാട്ടോ ഞാൻ ഇടാറ്. പക്ഷെ ഇപ്പോൾ ഇത് ഇട്ടാ നല്ല ഭംഗിയാണ്, അതുകൊണ്ടാണ് ഞാനിത് ഒഴിവാക്കാത്തത്. അടുത്തത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതും തന്നെ എനിക്ക് അങ്ങനെ ഇഷ്ടമായിട്ട് ഞാൻ മീഷോന്നല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. മീഷോയിലും ഉണ്ട് കേട്ടത്. ഇതിനെന്തോ 300 സംതിങ് എന്തോ കേട്ടോ ഇതിന്റെ റേറ്റ്. പക്ഷെ അത് മുതലായി. കാരണം എന്താ വെച്ചാല് ഇതിന്റെ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, ബനിയൻ ക്ലോത്തിൽ, ഇത് ഒരു കാലത്തും കംപ്ലൈന്റ് വരാത്തൊരു ക്ലോത്ത് ആണ് കേട്ടോ ഇത്. കാണാൻ നല്ല ഭംഗി. പിന്നെ അതുപോലെ ഇങ്ങനെ ഫിറ്റ് ആയിട്ട് നിൽക്കണ ഇങ്ങനെ കോയിൽ പോലുള്ള ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇടാന്. അടുത്തത് ഈ ഒരു ടോപ്പ് കേട്ടോ. ഇതെന്താന്ന് വെച്ചാല് ഇതിന്റെ അനിയത്തി വാങ്ങിയതായിരുന്നു. അതായത് ഒരു ലീഗിന്റെ ആളുകളാണ് കേട്ടോ. പച്ച പച്ച എവിടെ കണ്ടാലും വാങ്ങും, അങ്ങനെയാണ് ഓളോളെ കെട്ടിയവനും. അപ്പൊ ഒരു ഇട്ടപ്പോ എനിക്കിത് കണ്ടപ്പോ നല്ല ഇഷ്ടമായി. ഞാനിങ്ങനെ തടിയില്ലാത്ത ആളായതുകൊണ്ട് ഇത് ഇട്ടപ്പോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ വീതിയുള്ളത് ഇട്ടപ്പം. അപ്പൊ ഓളടുത്ത് ഓള് 1-2 ഇടലേ ഇട്ടിട്ടുള്ളൂ. ഞാൻ പിടിച്ച് വലിച്ചു കൊടുന്നതായിരുന്നു. പക്ഷെ ഇതിങ്ങനെ പറ്റ പിഞ്ഞി പോരുന്നുണ്ട്, ഇങ്ങനെ കുളത്തി വലിക്കുന്നുണ്ട്. അപ്പൊ ആകെ ഇത് കംപ്ലൈന്റ് ആയിക്കുന്നു.